ഇവിടെ ഒരു കൊടുമനമുണ്ട്. ആ വനത്തിന്റെ ഹൃദയഭാഗത്ത് നിഗൂഢതകൾ ഒളിപ്പിച്ച ഒരു പഴയ ഇല്ലം നിലനിന്നിരുന്നു. കാലപ്പഴക്കത്താൽ അതിന്റെ ചുവരുകളിൽ വിള്ളലുകൾ വീണിരുന്നു, ജനലുകൾ കാറ്റിൽ ഞെരങ്ങി. ആ ഇല്ലത്തിൽ ആരും താമസിച്ചിരുന്നില്ല, പക്ഷേ ചില ആളുകൾ രാത്രിയിൽ വിചിത്രമായ വെളിച്ചങ്ങൾ കാണാറുണ്ടായിരുന്നു, ദുരൂഹമായ ശബ്ദങ്ങൾ കേൾക്കാറുണ്ടായിരുന്നു. ഒരുനാൾ അരുൺ എന്ന ധൈര്യശാലിയായ ഒരു ചെറുപ്പക്കാരൻ ഈ ഇല്ലത്തിന്റെ രഹസ്യം തേടി പുറപ്പെട്ടു. അവന് അശികമായ കാര്യങ്ങളിൽ വിശ്വാസമില്ലായിരുന്നു, പക്ഷേ ആ ഇല്ലത്തെക്കുറിച്ചുള്ള കഥകൾ അവനെ വല്ലാതെ ആകർഷിച്ചു. അവൻ ഒറ്റയ്ക്ക് ആ വനത്തിലേക്ക് നടന്നു, കൈയിൽ ഒരു ടോർച്ചും കുറച്ച് ധൈര്യവും മാത്രം. അധികം വൈകാതെ അവൻ ആ പഴയ ഇല്ലത്തിന്റെ മുന്നിലെത്തി. കാറ്റ് വീശുമ്പോൾ വാതിലുകൾ മേൽവേ ചെയ്യുന്ന ശബ്ദം കേട്ടു. ജനലുകൾ തട്ടി കാറ്റ് ഒരു വിചിത്രമായ ഈണം സൃഷ്ടിച്ചു. അരുൺ മെല്ലെ വാതിൽ തുറന്ന് അകത്തേക്ക് കടന്നു. അകത്ത് ഇരുട്ട് നിറഞ്ഞിരുന്നു. പൊടിപടലങ്ങൾ നിറഞ്ഞ തറയിലും ഫർണിച്ചറുകളിലും അവൻ ടോർച്ച് വെളിച്ചം പതിപ്പിച്ചു. പെട്ടെന്ന് ഒരു തണുത്ത കാറ്റ് വീശി, അവന്റെ രോമകുംഭങ്ങൾ എഴുന്നുനിന്നു. ദൂരെ എവിടെ നിന്നോ ഒരു നേർത്ത തേങ്ങൽ കേട്ടു. അരുൺ ശബ്ദം കേട്ട ദിശയിലേക്ക് നടന്നു. അത് ഒരു പഴയ കിടപ്പുമുറിയായിരുന്നു. അവിടെ ഒരു കസേരയിൽ ഒരു രൂപം ഇരിക്കുന്നതായി അവൻ തോന്നി. അവൻ ടോർച്ച് വെളിച്ചം നേരെ ആ രൂപത്തിലേക്ക് തെളിയിച്ചു. അരുൺ അവരെ സംസാരിക്കാൻ ശ്രമിച്ചു, പക്ഷേ അവർ പ്രതികരിച്ചില്ല. അവരുടെ നോട്ടം ജനലിൽ ഉറച്ചുനിന്നു. ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ അശ്വിൻ ഒരു പഴയ ശവപ്പറമ്പ് കണ്ടു. അവിടെ ഒരു ചെറിയ കല്ലറയിൽ ഒരു കുട്ടിയുടെ പേര് എഴുതിയിരുന്നു, മീനാക്ഷി. അപ്പോഴാണ് അരുൺ ആ ഇല്ലത്തിന്റെ രഹസ്യം മനസ്സിലായത്. ആ വൃദ്ധ അവരുടെ മകളായ മീനാക്ഷിയുടെ ഓർമ്മകളിൽ ജീവിക്കുകയാണ്. നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ ആ ഇല്ലത്തെ ഒരു നിഗൂഢമായ ലോകമാക്കി മാറ്റിയിരുന്നു. അശ്വിൻ ആ വൃദ്ധയെ കൂടുതൽ ശല്യപ്പെടുത്താതെ തിരികെ നടന്നു. ആ രാത്രിയിൽ അവൻ അറിഞ്ഞു, എല്ലാ നിഗൂഢതകൾക്കും പിന്നിൽ ചിലപ്പോൾ വേദന നിറഞ്ഞ ഓർമ്മകൾ ഉണ്ടാകാം.